തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നടന്ന ഉൾപോര് ആരും മറന്നു കാണാനിടയില്ല. അതെല്ലാം മറികടന്ന വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിട്ട് 2 മാസം പൂർത്തിയാക്കിയപ്പോഴേക്കും സർക്കാരിനെതിരെ ഉൾപോര് ആരംഭിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രി വി.ഡി. സതീശനെ ലക്ഷ്യമിട്ടാണ് പുതിയ ഉൾപാർട്ടി സംഘർഷം ആരംഭിച്ചിട്ടുള്ളത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സതീശനെ ലക്ഷ്യമിട്ട് കോൺഗ്രസിൽ പടയൊരുക്കം ആരംഭിച്ചു എന്നർത്ഥം. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സതീഷിനെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ അതാണ് തെളിയിക്കുന്നത്. സ്വന്തം പാർട്ടിക്കാർ തന്നെ സതീഷിനെതിരെ യുദ്ധം ആരംഭിക്കുമ്പോൾ പിന്നെ പ്രതിപക്ഷത്തെ പ്രത്യേകം എടുത്തു പറയേണ്ടതില്ലല്ലോ. ഒരു വശത്ത് നിന്ന് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെയുള്ള ആക്രമണങ്ങൾ, മറുവശത്ത് പ്രതിപക്ഷ പാർട്ടികളുടെ ആക്രമണം. രണ്ടിനെയും ഒരുമിച്ച് എതിരിടേണ്ട അവസ്ഥയിലാണ് വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രി ഇപ്പോൾ. നേരത്തെ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിഷയത്തിൽ വി.എം. സുധീരൻ സതീഷിനെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ചിരുന്നു. ഇപ്പോൾ ഗവൺമെന്റ് പ്ലീഡർ വിഷയത്തിൽ കെ.എസ്.യു. സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ സതീഷിനെ കടന്നാക്രമിച്ച് രംഗത്തെത്തിയത് പാർട്ടിക്കുള്ളിലെ തന്നെ ഒരു വിഭാഗത്തിന്റെ ആശീർവാദത്തോടെയാണ് എന്ന് കരക്കമ്പിയുണ്ട്. ഇതിനെല്ലാം പുറമെയാണ് തൊട്ടതിനും പിടിച്ചതിനും തുമ്മിയതിനുമെല്ലാം മുഖ്യമന്ത്രിയെ കൊണ്ട് മറുപടി പറയിക്കുന്ന സ്ഥിരം പ്രതിപക്ഷ പോരുകൾ. UDF അധികാരത്തിൽ വന്ന മുൻകാലങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിച്ചു നടന്ന കോൺഗ്രസിലെ ഉൾപോരും അതിൻ്റെ പേരിൽ പുറത്ത് തെരുവിൽ നടന്ന കോലാഹലങ്ങളും ആരും മറന്നുപോയിട്ടില്ലാത്തതാണ്. ഇപ്പോൾ ആ ഉൾപാർട്ടി പോരിന് കടുപ്പം കൂട്ടി കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരു കുറുമുന്നണി രൂപം കൊണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സതീഷിനെതിരെ കെ.എസ്.യു. സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ പരസ്യമായി രംഗത്തെത്തിയത് ഒരർത്ഥത്തിൽ ഈ കുറുമുന്നണിയുടെ പരസ്യ പ്രഖ്യാപനമാണ്. അലോഷ്യസ് സേവ്യറിന്റെ സ്വതന്ത്ര പോരാട്ടത്തിന് കോൺഗ്രസിലെ ചില നേതാക്കളുടെയെങ്കിലും പിന്തുണ ഇല്ല എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഒരുപക്ഷെ കെ.സി. വേണുഗോപാലിന്റെ പോലും നേരിട്ടല്ലാത്ത പിന്തുണ ഇക്കാര്യത്തിൽ അലോഷ്യസിന് ഉണ്ടാകണം. അലോഷ്യസിനെ തള്ളാതെയും കൊള്ളാതെയും കെ.സി. നടത്തിയ മറുപടി അതിന്റെ തെളിവായി കണക്കുകൂട്ടാം. മന്ത്രിസഭയിലെ ചില മന്ത്രിമാർക്ക് തന്നെ മുഖ്യമന്ത്രിയുടെ രീതിയിൽ അതൃപ്തിയുണ്ട് എന്നാണ് അറിവ്. പക്ഷേ ഇത് പരസ്യമായി പുറത്തെത്തിയിട്ടില്ല എന്നു മാത്രം. ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തെ ചൊല്ലിയാണ് മുഖ്യമന്ത്രിയും അലോഷ്യസ് സേവ്യറും തമ്മിൽ ഇടഞ്ഞത്. കെ.എസ്.യുക്കാരെ കായികമായി നേരിട്ട ആളാണ് ഗവൺമെന്റ് പ്ലീഡർ എന്നും നിയമനം പുനഃപരിശോധിക്കണമെന്നും അലോഷ്യസ് ആവശ്യപ്പെട്ടപ്പോൾ അത് പറയാൻ കെ.എസ്.യു. ആരാണ് എന്നായിരുന്നു മുഖ്യമന്ത്രി സതീഷിന്റെ ചോദ്യം. ഇതാണ് സതീഷിനും അലോഷ്യസ് സേവ്യറും തമ്മിലുള്ള പടപ്പുറപ്പാടിന്റെ പശ്ചാത്തലം. കെ.എസ്.യുക്കാരുടെ കൂടി ചോരയിലും നീരിലും കെട്ടിപ്പടുത്തതാണ് ഈ UDF സർക്കാർ എന്ന അലോഷ്യസിന്റെ മറുപടിയോടെ പോര് മൂർച്ഛിച്ചു. അലോഷ്യസ് സേവ്യർ പറഞ്ഞതിൽ കാര്യമുണ്ടെങ്കിലും പറയേണ്ട രീതി ഇതായിരുന്നില്ല എന്ന അഭിപ്രായത്തിനാണ് കോൺഗ്രസിൽ മുൻതൂക്കം. അലോഷ്യസ് പറഞ്ഞതിനെ തള്ളാതെയും പറഞ്ഞ രീതിയെ കൊള്ളാൻ തയ്യാറാകാതെയും AICC ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ നടത്തിയ പരാമർശത്തിന് രാഷ്ട്രീയ പ്രാധാന്യം ഏറെയാണ്. ഇരുവർക്കുമിടയിൽ തർക്കം നിലനിൽക്കുമ്പോൾ തന്നെ സതീഷിനും അലോഷ്യസും കൊച്ചിയിലെ ഒരേ ചടങ്ങിൽ ഒന്നിച്ചെത്തിയിരുന്നു. തേവര SH കോളേജിലെ പരിപാടിക്കെത്തിയ അലോഷ്യസ് സേവ്യറെ കണ്ടിട്ടും കാണാതെ മടങ്ങിയ മുഖ്യമന്ത്രി സതീഷിന്റെ നിലപാട് ഏറെ വിവാദമായി. വേദിയിൽ സംസാരിച്ചതിന് ശേഷം പുറത്തിറങ്ങിയ മുഖ്യമന്ത്രി അലോഷ്യസ് സേവ്യറെ കാണാതെ മടങ്ങുകയായിരുന്നു. സതീഷിനെ കാണാൻ അലോഷ്യസ് കാത്തുനിന്നുവെങ്കിലും സതീശൻ മുഖം കൊടുക്കാൻ തയ്യാറായില്ല. മുഖ്യമന്ത്രിയായതിനു ശേഷം ആദ്യമായാണ് സതീശൻ കലാലയത്തിൽ എത്തുന്നത്. പക്ഷേ അലോഷ്യസുമായി അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുമ്പോൾ കാണാൻ പോലും കൂട്ടാക്കാത്ത സതീഷിന്റെ നിലപാട് പാർട്ടിയിലും ഏറെ ചർച്ചയായി. കേരളത്തിലെ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ ചിരിക്കുക എന്നത് തന്റെ രാഷ്ട്രീയമാണ് എന്നാണ് അലോഷ്യസ് ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത്. സമുന്നതരെ കാണുമ്പോൾ ചിരിക്കുക എന്നതാണ് താൻ പഠിച്ച രാഷ്ട്രീയമെന്നും അത് പ്രാവർത്തികമാക്കുക മാത്രമാണ് താൻ ചെയ്തത് എന്നും പറഞ്ഞ അലോഷ്യസ് തന്റെ വാക്കുകളിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. സർക്കാർ ചെയ്ത ഒരു തെറ്റ് താൻ ചൂണ്ടിക്കാട്ടി. അത് തന്റെ തെറ്റാണ് എങ്കിൽ അത് ഇനിയും തുടരുക തന്നെ ചെയ്യുമെന്നും അലോഷ്യസ് പറയുന്നുണ്ട്. എന്നാൽ മുഖ്യമന്ത്രി അലോഷ്യസ് പോരിൽ കോൺഗ്രസിനകത്ത് തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ട്. സ്വാതന്ത്ര്യത്തിന് പരിധികളുണ്ട് എന്നും പരിധി വിട്ടുള്ള വിമർശനങ്ങൾ അംഗീകരിക്കാനാകില്ല എന്നുമാണ് മന്ത്രി AP അനിൽകുമാറിന്റെ പ്രതികരണം. എന്തെങ്കിലും അതൃപ്തിയോ പരാതിയോ ഉണ്ട് എങ്കിൽ അത് പാർട്ടി നേതൃത്വത്തോടാണ് നേരിട്ട് പറയേണ്ടത്. അല്ലാതെ പൊതുസ്ഥലത്ത് പരിധി വിട്ട് വിമർശിക്കുന്നത് കോൺഗ്രസ് സംസ്കാരമല്ല എന്നാണ് അനിൽകുമാറിന്റെ നിലപാട്. മുഖ്യമന്ത്രിയും കെ.എസ്.യുവും തമ്മിലുള്ള പ്രശ്നം അവർ തമ്മിൽ തീർക്കട്ടെ എന്നാണ് കെ. മുരളീധരൻ പറയുന്നത്. അലോഷ്യസിന്റെ കൈപിടിച്ച് വി.എം. സുധീരൻ പ്രസംഗിക്കുക കൂടി ചെയ്തതോടെ കോൺഗ്രസിനുള്ളിലെ ഉൾപോരിന് കനം വെച്ചു. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതിയിൽ സതീഷിനുമായി ഇടഞ്ഞ സുധീരൻ അവസരം വന്നപ്പോൾ വീര്യം ഒന്ന് കൂട്ടി വിയോജിപ്പ് കൂടുതൽ ഉറപ്പിക്കുകയും ചെയ്തു. സതീഷിനെതിരെ വാളെടുക്കുന്നവരുടെ ആഭ്യന്തര പോരിന് കെ.എസ്.യുവിനെ മറയാക്കുന്നു എന്നാണ് വി.ഡി. സതീഷിനെ പിന്തുണയ്ക്കുന്നവർ കരുതുന്നത്. പാർട്ടിക്ക് നേരിട്ട് പരാതി നൽകാതെ അലോഷ്യസ് നടത്തിയ പരസ്യ പ്രതികരണവും പ്രതിഷേധവും ചില അജണ്ടകളുടെ ഭാഗമാണ് എന്ന് ഒരു വിഭാഗത്തിന് അഭിപ്രായമുണ്ട്.
ചില മോഹഭംഗങ്ങളിൽ നിന്നുണ്ടാകുന്ന വൈരാഗ്യത്തിന്റെ പേരിൽ മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് അലോഷ്യസിന്റെ പ്രതികരണമെന്ന് KSUവിനുള്ളിൽ നിന്ന് തന്നെ അഭിപ്രായം ഉയർന്നിട്ടുണ്ട്. KSU എറണാകുളം ജില്ലാ പ്രസിഡന്റ് കൃഷ്ണലാലാണ് ഇത്തരത്തിൽ പ്രതികരിച്ചത്. ഔദ്യോഗികമായി പരാതി നൽകാതെ മാധ്യമങ്ങൾക്ക് പ്രതികരണം നൽകി ആക്ഷേപങ്ങൾ ചൊരിഞ്ഞതിനു ശേഷമാണോ കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടേണ്ടത് എന്നാണ് KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി മുബാസ് ഓടക്കാലിയുടെ ചോദ്യം. അതേസമയം പാർട്ടിക്കും സംഘടനയ്ക്കും പുറത്തുനിന്ന് അലോഷ്യസിന് പിന്തുണയുണ്ട്. അതിലൊന്ന് SFI സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദിന്റെ പിന്തുണ. അലോഷ്യസ് സേവ്യറിന് പൊതുവേദിയിൽ മുഖം നൽകാതെയും അലോഷ്യസ് ഉന്നയിച്ച വിഷയം ചർച്ച ചെയ്യാൻ സമയം നൽകാതെയും കേരളത്തിന്റെ മുഖ്യമന്ത്രി അപമാനിക്കുന്നത് മര്യാദകേടാണ് എന്നായിരുന്നു ശിവപ്രസാദിന്റെ അഭിപ്രായം. KSUവിന്റെ അമരക്കാരനായി അലോഷ്യസ് സേവ്യർ എത്തിയത് സതീഷിന്റെ അനുഗ്രഹാശിസ്സുകളോടെയായിരുന്നു. തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ അലോഷ്യസിനുണ്ടായ മനംമാറ്റത്തിന് പിന്നിലുള്ള കാരണത്തിലാണ് കോൺഗ്രസിലെ ഉൾപാർട്ടി പോരിന്റെയും പ്രതിഷേധത്തിന്റെയും വേരിറങ്ങിയിട്ടുള്ളത് എന്ന് വ്യക്തമാണ്. അലോഷ്യസിന്റെ സ്വതന്ത്ര പോരാട്ടത്തിന് ചില നേതാക്കളുടെയും പിന്തുണയുണ്ടായിരിക്കണം. ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ നിന്ന് സതീശൻ പുറത്തായതും പുതുപ്പള്ളിയിലെ സ്മൃതി കുടീരത്തിൽ മുഖ്യമന്ത്രി ഒറ്റയ്ക്ക് എത്തിയതുമെല്ലാം ആഭ്യന്തര പോരിന്റെ പ്രകടിത രൂപമായി കാണണം. മുഖ്യമന്ത്രി കസേരയിൽ സതീഷിന് 1 വർഷത്തെ ആയുസ് മാത്രം പ്രവചിക്കുന്ന കോൺഗ്രസ് നേതാക്കളുമുണ്ട്. മുഖ്യമന്ത്രിയുടെ രീതിയിൽ അതൃപ്തരായ മന്ത്രിമാരുണ്ട്. സ്വന്തം വകുപ്പിൽ മിടുക്കനായി ഒറ്റയ്ക്ക് പോകുന്ന രീതിയാണ് രമേശ് ചെന്നിത്തല സ്വീകരിച്ചിട്ടുള്ളത്. പടലപ്പിണക്കങ്ങൾ ഒഴിവാക്കാനുള്ള കണിശത മുരളീധരനും പ്രകടിപ്പിക്കുന്നുണ്ട്. കോൺഗ്രസിലെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞാണ് പാർട്ടിയും സർക്കാരും 2 വഴിക്ക് പോകുന്നത് ഒഴിവാക്കാനുള്ള മുൻകരുതൽ ലീഗ് സ്വീകരിച്ചത്. ഈ ഉൾപോരുകളെ അതിജീവിക്കുമ്പോൾ തന്നെ പ്രതിപക്ഷ നിരയിൽ നിന്നുള്ള ആക്രമണത്തെയും സതീഷിന് ഫലപ്രദമായി പ്രതിരോധിക്കേണ്ടതുണ്ട്. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ നാൾ മുതൽ സതീഷിന് ഇതുവരെ ആ കസേരയിൽ സമാധാനത്തോടെ ഇരിക്കാൻ CPM അനുമതി നൽകിയിട്ടില്ല. PM ശ്രീ, വീര്യം കുറഞ്ഞ മദ്യം, RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച, വൈദ്യുതി നിയന്ത്രണം, അങ്ങനെ പല വിഷയങ്ങളിൽ കുടുക്കി മുഖ്യമന്ത്രിക്കെതിരെ പോരാട്ടം നടത്തുന്നുണ്ട് ഇടതുപക്ഷം. പക്ഷേ ഒരു വിരൽ സതീഷിനെതിരെ ചൂണ്ടുമ്പോൾ 4 വിരൽ സ്വന്തം നേർക്ക് ചൂണ്ടുന്ന തരത്തിൽ ഈ ആരോപണങ്ങളുടെ എല്ലാം മുനയൊടിക്കാൻ സതീഷിന് സാധിച്ചിട്ടുണ്ട് എന്നതാണ് വസ്തുത.